ഓൾ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. അപ്പം ആദ്യമായി നമുക്ക് ഒരു നിമിഷം നമ്മളെ ഈ പ്രപഞ്ചത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ. അപ്പം എൻ്റെ പേര് പുഷ്കരൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരാണ്. ഒരു ഒന്നര വർഷത്തോളമായി ഈ ബയോടൂറിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതിനകത്തുള്ള ആളുകളെല്ലാം തന്നെ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. നമുക്കൊക്കെ പല പല കാര്യങ്ങളുടെ സംശയം ഉണ്ടാകാം. ഇന്നിപ്പം നമ്മുടെ കമ്പനിയുടെ പ്ലാനാണ് മിനീഷ് സാറ് സംസാരിക്കുന്ന വിഷയം. അപ്പോൾ പ്ലാനിനെ പറ്റി സംശയമുള്ളവരൊക്കെ ഉണ്ട്. ആ സംശയങ്ങളൊക്കെ തീർക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് ഈ ബയോടൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു ലീഡറാണ് നമ്മുടെ മിനീഷ് സാറ്. കോഴിക്കോട് പുറമേരി സ്വദേശിയാണ്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ ബിസിനസ് ചെയ്തു പോകുന്നു. അതോടൊപ്പം വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ള ലീഡർ കൂടിയാണ്. അപ്പം മിനീഷ് സാറിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാ ആളുകളും ഇതിനകത്ത് സ്ഥിരമായി മീറ്റിംഗ് കയറുന്നവർ തന്നെയാണ് ഉള്ളത്. ഇനി ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. മാഗ്നറ്റിസത്തിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനും പറയാനും നമ്മുടെ ഈ കമ്പനിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഈ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഓക്കെ, താങ്ക് യു പുഷ്കർ സർ. അപ്പൊ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാം നമ്മുടെ KBCയുടെ കുടുംബാംഗങ്ങള്. ചെറിയ റിക്വസ്റ്റ് ഉള്ള, വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കിയാൽ നല്ലതായിരിക്കും. നമ്മളൊരു മീറ്റിംഗിലല്ലേ, അപ്പോ നമുക്ക് തുടങ്ങാല്ലേ. ഏതായാലും നമ്മൾ ഇന്ന് ബിസിനസ് പ്ലാനിനെ കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. ഇന്നലെ മിനി മേഡം വിളിച്ച് സംസാരിച്ച പ്ലാനിനെ കുറിച്ച് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്ലാൻ അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും പ്ലാൻ അറിയാം. പക്ഷെ കമ്പനിക്ക് ഒരു പ്ലാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ 100 ആൾക്ക് 100 പ്ലാനാണ്. അപ്പൊ അത് എന്താ പറയാ, എല്ലാരും ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 തരം ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഒന്ന്, അസുഖം മാറാൻ വേണ്ടി മാത്രം പ്രൊഡക്റ്റ് വാങ്ങുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. 2, നമ്മളെ പോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വരുമാനം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യും. 2 തരത്തിലുള്ള ആളുകളാണല്ലോ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ കാറ്റഗറിയിലെ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ കൂടെ എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും, നമുക്ക് റെഫറൽ തരും. അത് ഒരു ഇടിമിന്നൽ പോലെ വന്ന് അതങ്ങോട്ട് പോവുകയും ചെയ്യും. പൊതുവെ കാണുന്ന ഒരു സെനാരിയോ. ഒരു 10-20 ബോട്ടൊക്കെ ഓർഡർ തരും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ രണ്ടാമത് കിട്ടുന്ന 10 പേരിന്ന് ഒരു 2 ലീഡേഴ്സിനൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ എന്ത് ചെയ്ത് ഒരു മുൻവിധിയോടുകൂടി കാണരുത്. നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന എല്ലാ വീട്ടിലും എല്ലാ ആളുകളും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ വേണം നമ്മൾ ഡയറക്ട് സെല്ലിംഗിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇതിന്റെ പ്ലാന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ID രജിസ്റ്റർ ചെയ്യുന്നു. ആ ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മിനിമം 2 പേരെ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടണം അല്ലെ. മിനിമം 2. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 റെഫറലാണ്. അത് 13 PB ആവാം, 25 PB ആവാം, 50 PB ആവാം, 100 PB. അതൊന്നും വിഷയമല്ല. നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ജീനിയസ് വിന്നർ 2 ID നമ്മൾ എന്ത് ചെയ്യണം, വിഷയം. അത് ഇപ്പൊ ഞാൻ ജനാ സാറിന്റെ വീട്ടിൽ പോയിട്ട് പ്ലാൻ പറയുകയാണെങ്കിൽ ജനാ സാറിനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം, സാർ ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് ട്രെയിനോട് അടിച്ച് 2 ലെഫ്റ്റ് റൈറ്റിലും ഒരേ ID, ഒരു പാൻ കാർഡിൽ ഒരു ID ആയതുകൊണ്ട് ഒന്ന് ഭാര്യയുടെയോ മക്കളുടെയോ ഒരു ID അടിച്ചുകൊണ്ട് 3 ID രജിസ്റ്റർ ചെയ്ത് വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷെ അദ്ദേഹം ബിസിനസ്സിലേക്ക് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു 13 PBയുടെ 3 ID അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ വന്ന ഒരാൾക്ക് ഒരു ഹ്യൂജ് വരുമാനത്തിലേക്ക്, നമ്മുടെ മദർ പ്ലാനിലെ വരുമാനം കിട്ടണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. ഒരു 1 സൈഡിൽ 100 PBയും അതർ സൈഡിൽ 50 PBയും മാച്ച് ചെയ്യണം. അപ്പൊ ആ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത് പല കാര്യത്തിലും. ഞാൻ ജനാ സാറിനെ ജോയിൻ ചെയ്യിച്ചു. അദ്ദേഹം ഒരു 13 PBയുടെ പ്രൊഡക്റ്റാണ് എടുത്തെങ്കിൽ കൂടി അദ്ദേഹത്തിനുള്ള ഓപ്പർച്യൂണിറ്റി വലുതാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ലെഫ്റ്റിൽ ഒരു ID 13 PB രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടേത്, റൈറ്റിലൊരു മകന്റെ ID അടിച്ചു, അതും 13 PB. ഇപ്പൊ ലെഫ്റ്റിൽ റൈറ്റിൽ 13 വന്നു. ഓക്കെ, ഇനി ഈ ടീമിലൂടെ ഗ്രോത്ത് ഉണ്ടായാൽ മതി.
വൺ സൈഡിൽ 25 BV 50 BV ഒക്കെ ആളുകളെ കൊണ്ട് സെയിൽ എടുത്തു. അതർ സൈഡിൽ ഒരു 50 BV സെയിൽ വന്നപ്പോ ക്രൈറ്റീരിയ മേച്ചിങ് സമയം മുതൽ അദ്ദേഹത്തിന് അവയർനെസ് ബോണസും ഫാമിലി ബോണസും കിട്ടും. ഇതല്ലേ നമ്മുടെ പ്ലാന്? ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്നിട്ടേക്ക്. സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ എന്റെ മുന്നിലുണ്ട്. ശരിയാണോ? ഓക്കെ, അങ്ങനെ ജനാർദ്ദൻ സാർ എന്റെ കൂടെ ജോയിൻ ആയി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യണം. എന്ത് വേണം? എനിക്ക് ആളെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന ഒരാൾക്ക് ആളെ കൊടുക്കലല്ല അപ്ലൈ ലീഡർ പണി. അത് പ്രായോഗികമായിട്ട് അങ്ങ് നടക്കൂല. കാരണം ഒരു ലീഡറെ സംബന്ധിച്ചിട്ട് ഒരുപാട് അസോസിയേറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജനാർദ്ദൻ സാറിന്റെ വീട്ടിൽ പോകുന്നു. ജനാർദ്ദൻ സാറിന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അദ്ദേഹത്തിന്റെ മറ്റു പരിചയത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിലെ ആളുകൾ, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആളുകൾ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെ, കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ ചിലപ്പോ ആവശ്യക്കാരനായിരിക്കും എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒരു ലിസ്റ്റ് ഇടിക്കുക. ആ ലിസ്റ്റ് എന്ത് ചെയ്യുക? അത് നമ്മൾ അപ്ലൈ ലീഡർ ആരാണോ അദ്ദേഹം രണ്ടുപേരും തമ്മിൽ സോർട്ട് ചെയ്തിട്ട് അതിൽ ഒരു 10 പേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. വീട്ടിലേക്ക് ക്ഷണിച്ച് അവിടെ ഒരു ഹോം മീറ്റിംഗ് നടത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നോട് അനുകൂലിക്കുന്നവരുണ്ടാവാം. ആ ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന ഗുണം രണ്ടാണ്. ഒന്ന്, ഈ പ്രൊഡക്റ്റും ഈ പ്രൊജക്റ്റും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ആ ഫാമിലി മെമ്പേഴ്സിനെ തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി അത് സഹായിക്കും. മൂന്ന്, ഏറ്റവും ഇമ്പോർട്ടന്റ്, 50 BV 100 BV ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ ആ ഒരു ഹോം മീറ്റിംഗിൽ തന്നെ സെയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഈ കാര്യങ്ങൾ നടത്തേണ്ടത് ഒരു ID രജിസ്റ്റർ ചെയ്ത് 7 ദിവസത്തിന്റെ ഉള്ളിൽ 50 BV 100 BV സെയിൽ കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് 4,800 6,000 രൂപ മുടക്കി വന്ന ഒരാൾക്ക് 10,700 പ്രീമിയം മാട്രസ് പാഡ് വെറും 3,800 രൂപക്കും 9,800 ഒരു സൂപ്പർ ഡീലക്സ് അദ്ദേഹത്തിന് 2,900 കിട്ടും എന്ന് അദ്ദേഹത്തിന് എനിക്ക് ബോധിപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ 150 PB മിനിമം സെയിൽസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതാണ് ഈ ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾക്ക് മൊത്തത്തിലുള്ള പ്ലാനിലുള്ള ഫസ്റ്റ്. ഞാൻ PB ആണ് പറഞ്ഞത്. ഇനി ഈ PB കിട്ടുന്ന സമയത്ത് ജനാർദ്ദനൻ എന്ന് പറയുന്ന എന്റെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ID രജിസ്റ്റർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വാല്യൂ ആഡഡ് പാക്ക് ഉപയോഗിച്ചായിരിക്കണം ഇന്ന് മുതൽ, ഇല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു പുതിയ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. കാരണം ലോകത്തിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊടുക്കാത്ത ബൂസ്റ്റർ ബോണസ് കൊടുക്കുന്ന ഏക കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതിന് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് ഒന്നുമില്ല. ഡയറക്ട് റെഫറലിൽ ഒരു വാല്യൂ ആഡഡ് പാക്കിന്റെ സെയിൽ എടുക്കുകയാണെങ്കിൽ ഒരു PVക്ക് 40 രൂപ 40 പൈസ നിരക്കിൽ അദ്ദേഹത്തിന് ബൂസ്റ്റർ ബോണസ് കിട്ടും, അല്ലെ? ജനാർദ്ദനൻ സാർ എന്റെ കൂടെ ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരു 13 BV സെയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ID അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 525 രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ID 13 BVക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനും 525 രൂപ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പഴയ കാര്യങ്ങൾ ബ്രെയിനിന് ഡിലീറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. 440 രൂപേന്റെ കണക്ക് നമ്മൾ തലേന്നെടുത്തിട്ട് ഡിലീറ്റ് ചെയ്യും. 150 മേച്ചിന് 440 കിട്ടുന്നുള്ള സാധനം മാത്രം പറയുന്ന ആ സ്വഭാവം നമ്മൾ ഇന്ന് മാറ്റി ഒരു 13 BV വാല്യൂ പാക്ക് വന്നു. 2 ID രജിസ്റ്റർ ചെയ്തു. ഒരു 50 BV സെയിൽ അദ്ദേഹം കൊണ്ടുവന്നു. അത് വാല്യൂ ആഡഡ് പാക്ക് ആണെങ്കിൽ അദ്ദേഹത്തിന് 2,020 രൂപ കിട്ടും. വേറൊരു വാല്യൂ പാക്ക് കൂടി നമ്മൾ ഓർഡർ എടുക്കുന്നു, അതിന് 2,020 രൂപ കിട്ടും. ഇനി ഒരു 100 BV വാല്യൂ പാക്ക് ആണെങ്കിൽ അതിന് 4,040 രൂപ കിട്ടും. 300 BV വാല്യൂ പാക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 12,120 രൂപ കിട്ടും, അല്ലെ? ഇത് പറയാനുള്ള മടി നമുക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്
ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കാർ വിൽക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അല്ലെ. നാനോ കാർ വിൽക്കുന്ന എക്സിക്യൂട്ടീവിന്റെ ഒരു മനോഭാവമല്ല ഒരു ഓഡിയോ ബെൻസോ വിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ മനോഭാവം. അതേപോലെ തന്നെയാണ് ഒരു മോഡി കെയറോ RCMO മൈലൈഫോ ഈവൺ ആംബയോ വിൽക്കുന്ന ഒരു ഡയറക്ട് സെല്ലറുടെ മനോഭാവത്തിൽ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയെ നിങ്ങൾ കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. ഇതൊരു യുണീക്ക് കമ്പനിയാണ്. ഇത് അത്രയും പ്രീമിയം കമ്പനിയാണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വെച്ച് ഏറ്റവും പ്രീമിയം ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടപെടലുകളൊക്കെ അങ്ങനെയായിരിക്കണം. നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക്, ഏറ്റവും ബോട്ടം ലെവൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻകം പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളുള്ളത്. ഇന്ന് മുതൽ ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മളൊന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോ ഈ പ്ലാൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഓക്കെ ആണോ? താങ്ക് യു. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ 2025 കഴിയുമ്പോൾ അടുത്ത ഇതിന്റെ ഒരു ടേൺ ഓവർ കിട്ടുന്ന സമയത്ത് 64,500 കോടി രൂപക്ക് മുകളിൽ ടേൺ ഓവർ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് ഫിക്കും KPMGയും പ്രവചിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളുള്ളത്. 100% ലീഗലായി കേരളത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അണ്ടറിൽ മർജ് ചെയ്ത ഒരു ഇൻഡസ്ട്രി. നാളെ ഇലക്ഷൻ ആണ് അല്ലെ. ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഭരണം വരുന്ന സമയത്ത് ഇതിന് തുടർച്ചയായിട്ടുള്ള പല നടപടികളും ഇവിടെ ഉണ്ടാവും. ഫ്രോഡ് കമ്പനികളും ക്രിപ്റ്റോ കറൻസികളും ഒക്കെ ഇവിടുന്ന് തൂത്തുവാരി മാറ്റി പോകുന്ന അവസരങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മളുള്ളത് 100% ജെന്യുവിനായി ലീഗലായി എത്തിക്കലായിട്ടുള്ള കമ്പനിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പ് 100% ഇവിടെ ഉണ്ടാവും. 29 സ്റ്റേറ്റിലും 5 യൂണിയൻ ടെറിട്ടറിയിലും ഇപ്പൊ തന്നെ 5 വർഷത്തിനുള്ളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. വിദേശ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രൈഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആർക്കെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈൻ ലീഡറായിട്ടോ അല്ലെങ്കിൽ ഈവൻ മനോജ് സാറിന് തന്നെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കള്ളം പറഞ്ഞ് ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. വിസ കച്ചവടം നടത്തുന്ന പോലെ ആരും കാണാതെ പോയിട്ട് ഒരാളോട് പ്ലാൻ പറയേണ്ട ആവശ്യമില്ല. 100% ലീഗലായിട്ടുള്ള കമ്പനി. ഇതിന്റെ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും പറയണേ, സാർ ഇന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് സാറിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തള്ളാം. അപ്പൊ ജോയിനിങ് പാക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അൾട്രാവറി ജ്യൂസ് ഒരു മോർപ്പാർ കൊടുത്തുകൊണ്ട് 13 PV എല്ലാത്തിനും പോയിന്റ് വാല്യൂ ഉണ്ടാവും. ഒരു 4,500 രൂപക്ക് ഒരു വാല്യൂ ആഡഡ് പാക്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാം. ഇതേപോലെ കുറെ 13 PV 25 PV ഒക്കെ പാക്കേജുകളുണ്ട്. ഇതിന്റെ ഒക്കെ PDF ഇന്നലെയും അപ്ഡേറ്റഡ് PDF മനോജ് സാർ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ PDF ഒരു പ്രിന്റ് എടുത്ത് ഒരു ഫയൽ ആക്കിയിട്ട് കയ്യിൽ വെക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? അതിൽ പ്രിന്റ് എടുക്കുക. കളർ പ്രിന്റ് വേണമെന്നില്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്താൽ നല്ലതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചില ആളുകൾ മുന്നിൽ ഇരുന്നു കൊണ്ട് സാറേ ഇതാണോ ഏതാണ് എടുക്കുന്നത്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 4,800 കൊടുത്താൽ 13 PVക്ക് ഒരു അൾട്രാവറിയും മോർപ്പറും കിട്ടും. അൾട്രാവറിയുടെ MRP 4,000 രൂപയും മോർപ്പർ 30 ഗ്രാമും മിനിമം ഒരു 1,500 രൂപക്കും വിൽക്കാനുണ്ടാവും. അപ്പൊ 5,500 രൂപക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം അല്ലെ. ഒരു എൻട്രി ഉണ്ട്. 7,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 അൾട്രാവറി കിട്ടും. 25 PV ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത് കേട്ടോ. നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്. 25 PV ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്ട് റെഫറൽ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് 1,010 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട് ആ സ്പോട്ടിൽ അല്ലെ. തൊട്ട് താഴെ 7,500 കൊടുത്തു കഴിഞ്ഞാൽ 6 സോപ്പും കിട്ടും, 2 അൾട്രാവറിയും കിട്ടും. 6,000 രൂപക്ക് 5 വാട്ടർ എൻജി പേഡ് കിട്ടും. ഈ വാട്ടർ എൻജി പേഡൊക്കെ നമുക്ക് ഒരു 2,000-2,500 രൂപ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാനും പറ്റും അല്ലെ. നമ്മൾ ഫുൾ കിറ്റ് വിൽക്കുന്നതിന് പകരം നമുക്ക് ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ എക്സ്പെൻസിലേക്ക് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റും. ഇപ്പൊ റിസ്റ്റ് ബാൻഡ് 6,200 കൊടുത്താൽ 13 PVക്ക് ഒരാളെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഉണ്ടാവും. ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മറ്റൊരാൾക്ക് ഫ്രണ്ട്സിന് 2 പേർക്ക് ഡെമോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെമോക്ക് അദ്ദേഹത്തിന് 2,000 രൂപ 1,500 രൂപ റേറ്റിൽ എന്ത് ചെയ്യാം? ഈ റിസ്റ്റ് ബാൻഡ് കൊടുക്കാം. തൊട്ടപ്പുറത്ത് കാണുന്നത് 6,000 രൂപക്ക് സിലിക്കന്റെ 5 റിസ്റ്റ് ബാൻഡ്. വാല്യൂ പാക്കേജ് ഇനി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഈ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചു പോയാൽ മതി. അതാണ് കുറെ കൂടി എളുപ്പം. അതുകൊണ്ട് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത്.
25,900 കൊടുത്തു കഴിഞ്ഞാൽ 100 PVയുടെ 16,500 അല്ല 19,300 പ്രീമിയം പാക്കിന്റെ കൂടെ 6 അൾട്രാവറി ജ്യൂസ് കിട്ടും. 6 24,000 രൂപ അദ്ദേഹത്തിന് ഇത് റീറ്റെയിൽ ചെയ്താൽ കിട്ടും. 25,900 ആകെ മുടക്കുന്നത്. ഒരു ഹോം മീറ്റിംഗ് ആ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ഈ 6 ക്വാണ്ടിറ്റി അൾട്രാവറി ജ്യൂസും നിങ്ങൾക്ക് സ്പോട്ടിൽ അവിടുന്ന് സെയിലെടുക്കാൻ പറ്റും. ഇനി 6 വിൽക്കാൻ പറ്റില്ലെങ്കിൽ 2 വിറ്റാൽ മതി. അടുത്ത മാസം ആ കസ്റ്റമർ നിങ്ങൾ ബാക്കി വാങ്ങിച്ചോളൂ അല്ലെ. നിങ്ങൾ അത് കോൺഫിഡൻസ് കൊടുക്കണം, നമുക്ക് വിൽക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ജോയിനിങ് കൂട്ടാൻ പറ്റും. 15,900 കൊടുക്കുന്ന സമയത്ത് 3 അൾട്രാവറിയും 6 മോർ പവറും കിട്ടുന്നുണ്ട്. ഈ പാക്കേജ് ഒക്കെ നിങ്ങളൊന്ന് പഠിക്കണം. 13,500 ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ജോലി പാക്കായിട്ട് കൊടുക്കുന്ന ഒരു കിറ്റാണിത്. സൂപ്പർ ഡീലക്സിന്റെ സിംഗിൾ കിറ്റിന്റെ കൂടെ 3 അൾട്രാവറി ജ്യൂസ്. അത് ആ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ 13,500 14,900 പ്രീമിയത്തിന്റെ കൂടെ സൂപ്പർ ഡീലക്സിന്റെ കൂടെ 3 അൾട്രാവറി ജ്യൂസും 6 മോർ പവറും കിട്ടുന്നുണ്ട്. 24,500 100 PV. അതില് മോർ പവറുണ്ട്, അൾട്രാവറി ഉണ്ട്. 23,000 രൂപക്ക് അൾട്രാവറി 6 എണ്ണം സൂപ്പർ ഡീലക്സിന്റെ ഫാമിലി കിറ്റ്. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊഡക്റ്റ് കോഡ് 66, പ്രൊഡക്റ്റ് കോഡ് 65 എന്നൊക്കെ കാണുന്നില്ലേ. ഈ കോഡ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിന്റ് എടുത്ത് വെക്കണം പറഞ്ഞത്. 27,900 6 അൾട്രാവറിയും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ജോഡി മാഗ്നറ്റിക് സയന്റിഫിക് ഷൂ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കാലിന് അക്യുപ്രഷർ പോയിന്റുകളിലൊക്കെ ഡയറക്റ്റ് നമ്മൾ മണ്ടിച്ചവിട്ടി നടക്കുന്നതിന് തുല്യമായിരിക്കും ഇതൊന്ന് ഒറ്റ ഷൂ ധരിച്ചാൽ തന്നെ. ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവും. 27,000 പാക്കേജ്, 59,000 പാക്കേജ്. സീരിയസ് ആയിട്ടാണ് ബിസിനസ് ചെയ്യാൻ ഒരാൾ വരുന്നതെങ്കിൽ ആദ്യം തന്നെ പിക്കപ്പ് സെന്റർ എടുക്കുന്നതിന് പകരം ഒരു 59,000 പാക്കേജ് എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരാളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 300 PV ആണ് ഇതിന്റെ റേറ്റ്. കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് 12,120 രൂപ ബൂസ്റ്റർ ബോണസ് കിട്ടും. ഒരു PVക്ക് 40 രൂപ 40 പൈസ നിരക്കി. ഓക്കെ, ഇത് എന്റെ മണി സൈഡിലോ പവർ സൈഡിലോ ആണ് ഈ 50 PV 300 PVയുടെ സെയിൽ വന്നതെങ്കിൽ ബൂസ്റ്റർ ബോണസ് 12,120. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാല്യൂ പാക്ക് 100 PVയുടെ മിനിമം സെയിലിൽ ആ കട്ട് ഓഫിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 6,820 ഫാമിലി ബോണസും 4,040 രൂപ ആ ബൂസ്റ്റർ ബോണസും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരാളെ സംബന്ധിച്ചിട്ട് 12,120, 6,820, 4,040 ഒരൊറ്റ എൻട്രിയിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് വെക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സപ്പോർട്ടോട് കൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് 42,800 രൂപക്കുള്ള പ്രീമിയത്തിന്റെ 4 10,700 പാക്കേജ്, 10 അൾട്രാവറി ജ്യൂസ് വിറ്റ് കഴിഞ്ഞാൽ 40,000 രൂപ അദ്ദേഹത്തിന് കിട്ടും. 6-24 മോർ പവർ വിൽക്കുന്ന സമയത്ത് അദ്ദേഹം 1,500 രൂപക്ക് വിറ്റാൽ പോലും 36,000 രൂപ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാഗ്നറ്റിക് ഷൂ ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് 59,000 രൂപക്ക് അദ്ദേഹത്തിന് തുടങ്ങാൻ വേണ്ടി സാധിക്കും. ഈ 4 പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ മാക്സിമം ഫാമിലി ബോണസ് അടിക്കാൻ പറ്റും അല്ലെ. സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 1-2 ദിവസത്തൊക്കെ ഹോൾഡ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഫാമിലി ബോണസ് അടിക്കാൻ പറ്റും. അപ്പൊ ഈ പാക്കേജിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാതെ റീറ്റെയിലിംഗ് ചെയ്യുകയും റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ വരുമാനം ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് കിട്ടും. അതിന്റെ പേര് റീപർച്ചേസ് ബോണസ് എന്നാണ്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പാക്കേജുകളൊക്കെ കമ്പനി ഇറക്കിയിരിക്കുന്നത് മാക്സിമം എന്താണ് റീറ്റെയിൽ റീപർച്ചേസ് എന്നുള്ള കൾച്ചറിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റാനും അവർക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ വീട്ടിലേക്ക് ഒരു വലിയൊരു ഇൻകം വാങ്ങിക്കൊടുക്കാനും നമുക്ക് പറ്റുന്നുള്ളത്. ഇതിലൂടെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് 2 ടീം ഉണ്ടാവും അല്ലെ. ആ 2 ടീമിലും വരുമാനം വരുന്ന സമയത്ത് അയാളോട് പറയേണ്ടത്, സാറേ ഈ അവയർനെസ് ബോണസ് ഫാമിലി ബോണസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഇരുന്ന് കഥ പറയല്ലോ.
ഇത് എലിജിബിൾ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. നമുക്ക് 2 ഓർഗനൈസേഷൻ ഉണ്ട്, ജീനിയസ് ടീം, വിന്നർ ടീം. അതിലൂടെ ഒരു 100 BB-യുടെ 50 BB-യുടെ സെയിൽസ് മാച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിന് എക്സ്ട്രാ നമുക്ക് 440 രൂപ കിട്ടും. അതേ സമയത്ത് ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോൾ തന്നെ സാറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 6500 രൂപ ടോട്ടൽ ബോണസ് കിട്ടാൻ സാധിക്കും. ഒരു 50 BB-യുടെ സെയിൽ 2020 രൂപ, മറ്റൊരു 50 BB 2020. ഇങ്ങനെയും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു 100 BB-യുടെ ഒരു വാല്യൂ പേക്കാണ് എടുക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് എടുക്കുന്നതെങ്കിൽ, അതിന് ആ എടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് 4040 രൂപ കിട്ടുന്നില്ലേ? അതിന് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല ബൂസ്റ്റർ ബോണസ് കിട്ടാൻ. ID രജിസ്റ്റർ ചെയ്ത് KYC അപ്രൂവ് ആയ ആൾക്ക് ബൂസ്റ്റർ ബോണസ് കിട്ടാൻ എലിജിബിൾ ആണ്. ഇത് നമ്മുടെ കമ്പനിയുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മളെപ്പോഴും നമ്മളെ പിന്നെ ഒരു ലെവലിൽ ഉയർത്തിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമുക്കൊരു എന്താ പറയാ, മറ്റൊരു കമ്പനിയുടെ ലീഡർ വന്ന് അവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പോകാൻ പോലും, ആ പ്ലാന് കേൾക്കാൻ പോലും ബില്ലിംഗ് ആവാത്ത തരത്തിലേക്ക് അവരുടെ മൈൻഡിനെ ഹാക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ. ആ കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ തന്നെ മറ്റുള്ള കമ്പനിയുടെ പ്ലാൻ കേൾക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രശ്നമല്ല. ആരാണോ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവരുന്നത്, അപ്ലൈ ലീഡർ പ്രശ്നമാണ്. അതാണ് ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളെ കൂടെ ഐഡിയ അടിച്ച ഒരാള് നമ്മുടെ പ്ലാനും നമ്മുടെ പ്രൊഡക്റ്റും കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിൽ ഒരു പ്രൊഡക്റ്റും ഒരു പ്ലാനും കേൾക്കാൻ പോകാത്ത തരത്തിലേക്ക് നമ്മൾ അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതുവരെ പേ ഔട്ട് സ്റ്റോപ്പ് ചെയ്യാത്ത കമ്പനി, പ്ലാന് അപ്ഗ്രേഡ് ചെയ്ത കമ്പനി, താഴോട്ടല്ല പോയത്. നമ്മൾ 5025 4090. അതിന്റെ കൂടെ ഇപ്പൊ 4040 എക്സ്ട്രാ, അതിന്റെ കൂടെ റീപർച്ചേസ് പ്ലാന്, എല്ലാം നമ്മൾ എന്താണ് കമ്പനി എല്ലാം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡേഷൻ മാത്രമാണ്, മുകളിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് അല്ലെ. മറ്റുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്തു? കമ്മീഷൻ കുറച്ചു, PVക്കുള്ള റേറ്റ് കുറച്ചു, 4 പ്രാവശ്യം പ്ലാന് മാറ്റി, പ്രൊഡക്റ്റ് ആദ്യം തുടക്കത്തിലുള്ള പ്രൊഡക്റ്റ് ഇപ്പോഴില്ല, പിന്നീട് കുറെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് അത് എന്തിനാ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്ക് അറിയുന്നില്ല. പക്ഷെ അവർ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് പാവങ്ങൾ പോയിട്ട് അതിൽ വീഡിയോ ചെയ്യുന്ന പല കമ്പനികളിലും. അപ്പൊ നമുക്കിന്ന് നമ്മുടെ അൾട്രാവറി ജ്യൂസ് ആണെങ്കിലും, മോർപവർ ആണെങ്കിലും, ഗീ ആണെങ്കിലും, ഇപ്പൊ വന്ന സീബക്തറൻ ജ്യൂസ് ആണെങ്കിലും, ഇന്നലെ കണ്ട ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണെങ്കിലും, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന 10-200 ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിലും, നമ്മുടെ കമ്പനി ഓരോ ദിവസവും പുതിയ 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 മേഖലകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കുറെ തരത്തിലോ സംസാരിക്കുന്നത്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. അത്രയും മിറാക്കിളായിട്ട് ഓപ്പർച്യൂണിറ്റി കൈ കിട്ടി, നമ്മൾ അതിന്റെ വലിപ്പം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വന്നൊരാള് ഈ കാണുന്ന പോലെ എടുക്കുന്നു, അദ്ദേഹത്തിന് ഇത്രയും വരുമാനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. പറയുമ്പോൾ ഫുള്ളായിട്ടൊന്നും പറയാൻ പോണ്ട. ഒന്ന് നമുക്ക് റീറ്റെയിൽ ചെയ്ത് സാറേ നന്നായിട്ട് റീറ്റെയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുക. ഒന്ന് ഒരു ഡയറക്ഷൻ ലീഡർ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഒരു സാധാരണ ഒരാള് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയണം റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് എടുക്കാം, നമുക്കാണ്, അല്ലാണ്ട് അദ്ദേഹത്തിനല്ല. എപ്പോഴും സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് എന്ത് ചെയ്യാം, പവർ ഓഫ് വേർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പവർ ഓഫ് വേർഡ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെഷൻ കിട്ടും നിങ്ങൾക്ക്. പല ട്രെയിനേഴ്സും കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം 1 ഡേ സെഷന് 4500 മുതൽ 10,000 രൂപയാണ് ആകെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് പോയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന വാക്കുകളാണെന്ന് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൽ എടുക്കുക സാറേ, ഒരു ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഒരു 10 ഹോം മീറ്റിംഗ് നടത്തിയാൽ മതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ അവർ നിൽക്കും. അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഹോം മീറ്റിംഗ് നടത്തും. നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്റെ മുന്നിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും. പക്ഷെ അതിന്റെ എണ്ണം കുറവാണ്, ഫോട്ടോസ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് നന്നായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടും. 2 എലിജിബിലിറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. 3 സൂപ്പർ ഫാമിലി ബോണസ്, അവയർനെസ് ബോണസ്. ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഫോളോ അപ്പിൽ സംസാരിച്ചാൽ മതി. അതിൽ എടുത്തു പറയേണ്ടത് റീപർച്ചേസ് ബോണസിന്റെ കാര്യമാണ്. ഈ റീപർച്ചേസ് ബോണസിനെ കുറിച്ച് ഒരാളോട് പറയുമ്പോൾ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നമ്മളിപ്പോ പറയുന്നത് അവയർനെസ് ബോണസ് ഒരു BBക്ക് 8 രൂപ 80 പൈസ,
ഫാമിലി ബോണസ് ഒരു ബിബിക്ക് 59 രൂപ 40 പൈസ, ബൂസ്റ്റർ ബോണസ് ഒരു ബിബിക്ക് 40 രൂപ 40 പൈസ. പിന്നെ നിങ്ങൾ റീപർച്ചേസ് ബോണസ് പറയുമ്പോൾ 0.25 PB മേച്ച് ചെയ്ത 157.50 പറയരുത് സാറേ. റീപർച്ചേസ് ഇതിനെക്കാട്ടും ഗംഭീരമാണ്. ഒരു PB മേച്ച് ചെയ്ത 630 രൂപ കിട്ടും. അതും ബൈനറി ആണ്, വൺ സൈഡ് ക്യാരി ഫോർവേഡ് ആണ്. ഒരൊറ്റ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉള്ളൂ, ഇവൈറ്റർ മാത്രമാണ്. മന്ത്ലി വാഷൗട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന എഫേർട്ടിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു വലിയൊരു വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റും. ശരിയല്ലേ? പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം നോമിനേഷൻ ഫെസിലിറ്റി ആണ്. ഞാൻ പണ്ട് ഡയറക്ട് സെല്ലിംഗിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും കുടുംബം അനാഥമായി പോകുന്ന സമയത്ത് കമ്പനിയിൽ നിന്നും നമ്മൾ സ്നേഹിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരൊറ്റ അറ്റാച്ച്മെന്റിന്റെ മുകളിൽ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ ഇല്ലാതാകുമ്പോൾ എന്റെ ടീമിലെ ആളുകൾ വേറെ ടീമിലേക്ക് മാറിപ്പോകുന്ന തരത്തിലേക്കുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല ബിൽഡ് ചെയ്യേണ്ടത്. ഞാൻ ഇല്ലാതാകുന്ന സമയത്തും എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്ക് വേണ്ടിയും എന്റെ കൂടെ നിൽക്കണമെങ്കിൽ ജീവനുള്ള സമയത്ത് ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി പണിയെടുക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് നോമിനേഷൻ ഫെസിലിറ്റി. നമ്മൾ ഇല്ലാതാവുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുവരുന്ന സെയിൽസിന്റെ വോള്യത്തിന്റെ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതേപോലെ വേൾഡ് ട്രിപ്പുകൾ നിങ്ങൾക്ക് അവർക്ക് ആവേശം കൊടുക്കാൻ പറ്റണോ? എന്റെ ID തുറന്ന് കാണിച്ചിട്ട് ഞാനിത് ഏകദേശം 1.5 ലക്ഷം രൂപക്ക് അടുത്തായി. ഒരു 1.5 ലക്ഷം രൂപ കൂടി കിട്ടുവാണെങ്കിൽ എനിക്കും തായ്ലൻഡ് പോകാൻ പറ്റും. എനിക്ക് കിട്ടിയതിനെക്കാട്ട് വേഗത്തിൽ നമ്മൾ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് സാറും ഞാൻ ഒരുമിച്ച് തായ്ലൻഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു 3 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഒരു ത്വര ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതില് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു കട്ട് ഓഫും, വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 5 മണി വരെ ഒരു കട്ട് ഓഫ് നമ്മുടെ നോർമൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എന്ത് ചെയ്യുക, 2 കട്ട് ഓഫിലും സെയിൽ എടുക്കുന്ന തരത്തിലേക്ക് വളരണമെങ്കിൽ ടീമിൽ ഹോം മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കണം. എല്ലാ ആളുകളും ലീഡേഴ്സ് എല്ലാം നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വരിക. പ്രൊഡക്റ്റ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, പ്രൊഡക്റ്റ് എടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് എടുക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവും. എല്ലാവരും നമുക്ക് വേണം. എല്ലാവരും ഉണ്ടെങ്കിലേ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പേ ഔട്ട് സിസ്റ്റമാണ് നമുക്കുള്ളത്. അത് തന്നെ വലിയൊരു എമൗണ്ട് ഉണ്ടാവും സാറേ. ഒരു ദിവസം 10,000 വെച്ച് കൂട്ടിയാൽ തന്നെ 30,000 രൂപ 4ാമത്തെ ദിവസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു പോകണം. ഇനി വിഷു വരുന്നത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ഒരു വിഷു കൈ നീട്ടം കുടുംബത്തിലെ ആൾക്കാർക്ക് കൊടുക്കായിട്ട് 4 ഫാമിലി ബോണസ് അടിച്ചാൽ പോരെ. ആ വിഷുവിന്റെ തലേ ദിവസം പോയിട്ട് കഷ്ടപ്പെട്ട് കാര്യമില്ല. ഇന്ന് മുതൽ ഹോം മീറ്റിങ്ങുകൾ നടത്തി, ഇന്ന് മുതൽ ലിസ്റ്റ് ഇട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച് 1 to 1 കൊടുത്തുകൊണ്ട് സെയിൽസ് എടുക്കാനുള്ള ഒരു ഉള്ളിലൊരു ആഗ്രഹം അവരിൽ ജനിപ്പിച്ചെടുക്കണം. നിങ്ങൾ ഓരോരുത്തരുടെ കാര്യം പറയുന്നത്. നിങ്ങളുടെ ഒക്കെ കൂടെ ആളുകളുണ്ട്, അവർ ഈ 6 മണിന്റെ സൂമിൽ വരില്ലല്ലോ. അപ്പൊ അവരെയൊക്കെ ഇന്ന് പോയി കണ്ട് സംസാരിച്ച് പ്ലാന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ 10, 40, 50, 60 വർഷം നമ്മൾ ആഘോഷിച്ച പോലത്തെ ഒരു വിഷു ആയിരിക്കില്ല ഈ ഒരു വിഷു എന്ന് എന്ത് ചെയ്യാ നമുക്ക് അടിവരിട്ട് പറയാൻ വേണ്ടി സാധിക്കണം. കഴിഞ്ഞ വിഷുവിന്റെ ടീമിൽ ഏകദേശം 10-18ഓളം ഗോൾഡ് കോയിന് ഞങ്ങളുടെ ചെറിയ ടീമിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോണ്ടസ്റ്റുകളൊക്കെ നമുക്ക് ഓരോരുത്തർ വെക്കാൻ പറ്റും. കോണ്ടസ്റ്റുകളൊക്കെ വീണ്ടും എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നതിൽ ചിലപ്പം എന്റെ ഭാഷയുടെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ് സാറേ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പം സൂപ്പർ അവയർനെസ് ബോണസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, സൂപ്പർ അവയർനെസ് ബോണസ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കമ്പനിയെയും ഈ പ്രൊഡക്റ്റിനെയും ആളുകൾക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട് നമുക്ക് വരുമാനം നേടാൻ പറ്റും. അതിന് സമയപരിധി ഒന്നുമില്ല. എപ്പോഴാണോ നമ്മുടെ ജീനിയസ് വിന്നർ ടീമിൽ സെയിൽസ് മാച്ച് ചെയ്യുന്നത്, ആ മാച്ചിങ് സമയത്ത് ആ മാച്ചിങ് PVക്ക് MPV എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. മാച്ചിങ് പോയിന്റ് വാല്യൂ ആണ്. മാച്ചിങ് PVക്ക് ഒരു PVക്ക് 8 രൂപ 50 പൈസ. അങ്ങനെയാണെങ്കിൽ 100 PV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 880 രൂപയും മാക്സിമം ഒരു കട്ട് ഓഫിൽ എന്ന് വെച്ചാൽ 5 മണി മുതൽ 5 മണി വരെയുള്ള ഒരു കട്ട് ഓഫിൽ 1000 PV മാച്ച് ചെയ്തുകൊണ്ട് 8,800 രൂപ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും.
അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 2 കട്ട് ഓഫ് ഉണ്ട്. 2 കട്ട് ഓഫിലും കൂടി 17,600 രൂപയാണ് നമുക്ക് മാക്സിമം സൂപ്പർ അവയർനെസ് ബോണസ് വാങ്ങിച്ചെടുക്കാൻ പറ്റുക. അതിന്റെ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു ബോണസിന്റെ പേരാണ് സൂപ്പർ ഫാമിലി ബോണസ്. സൂപ്പർ ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടി നമുക്ക് 2 ടീം ഉണ്ടായാൽ മതി. ആ 2 ടീമിലും ഒരേപോലെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അവയർനെസ് ബോണസ് കിട്ടുന്ന അതേ സമയത്ത് അതിന്റെ കൂടെ നമുക്ക് 2 കട്ട് ഓഫിലും ഫ്രഷ് സെയിലും മാച്ച് ചെയ്യുമ്പോൾ ഒരു PBക്ക് 59 രൂപ 40 പൈസ. അപ്പൊ 50 PB മാച്ച് ചെയ്താല് 2,970. 100 PB മാക്സിമം ഒരു എന്താ പറയാ ക്യാപ്പിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 100 PB ആണ്. അവയർനെസ് ബോണസിന്റെ സീലിംഗ് ലിമിറ്റ് ക്യാപ്പിംഗ് ലിമിറ്റ് 1000 PB ആണെങ്കിൽ സൂപ്പർ ഫാമിലി ബോണസിന്റെ ക്യാപ്പിംഗ് ലിമിറ്റ് 100 PB ആണ്. ആ 100 PB മാച്ച് ചെയ്തുകൊണ്ട് 5,940 കിട്ടും. അപ്പൊ രാവിലെയും വൈകിട്ടും 5,940 കിട്ടുന്ന സമയത്ത് 11,850 രൂപ കിട്ടും. ഇതാണ് പ്ലാൻ. ഇതൊരു പുതിയൊരാളെടുത്ത് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഫാമിലി ബോണസ് 59, 40, 850 കൂട്ടിക്കഴിഞ്ഞാൽ 68 രൂപ 20 പൈസയാണ്. അപ്പൊ ഈ 2 ബോണസ് മാത്രം ഒരു ദിവസം 29,450 രൂപ വാങ്ങാൻ പറ്റും. മദർ പ്ലാൻ എന്നാണ് ഇത് പറയാ എന്ന് പറയണം. അപ്പൊ വേറെന്തോ ഉണ്ടെന്നുള്ള തോന്നൽ അവർ വരും. ഇത് മദർ പ്ലാനിലെ ഇൻകം മാത്രം 29,450 രൂപ വാങ്ങാൻ പറ്റും. ഈ ചാർട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. മുകളിലുള്ളത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. സൂപ്പർ അവയർനെസ് ബോണസ് റേറ്റ് പെർ MPV 8 രൂപ 80 പൈസ അല്ലെ. ഏറ്റവും താഴെ ഞാൻ സീലിംഗ് എഴുതിയിട്ടുണ്ട്. സീലിംഗ് 1000 ആണ്. 1000 PB മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീലിംഗ് ആയി. ഒരു ഡേ സൈക്കിളിൽ ഒരു 50 PBയുടെ സെയിലാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 440 രൂപ കിട്ടും. നൈറ്റ് സൈക്കിളിൽ വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 5 മണിയുള്ള സൈക്കിളിൽ 440 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 850 രൂപ കിട്ടും അല്ലെ. ഏതൊരാൾക്കും 250 PBയുടെ സെയില് ഒരു കട്ട് ഓഫിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ മതി. ആഴ്ചയിൽ 6,160 രൂപയും മാസം 26,400 രൂപയും ഒരു കൊല്ലം 3,21,200 രൂപയും. അപ്പൊ നമ്മൾ കൂടെ വരുന്ന ആളുകൾ പല കാറ്റഗറിയിലെ ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും കോടികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. കുറെ ആളുകൾക്ക് അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയാ ഒരു 10,000, 15,000 രൂപ കിട്ടുമ്പോൾ വളരെ ഹാപ്പി ആകുന്ന ആളുകളും നമ്മളെ കൂടെ വരുന്നുണ്ടാവും. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഇന്നത്തെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് എന്ത് ചെയ്യും, കുറച്ചുകൂടി വിശാലമാകാൻ തുടങ്ങും. നമുക്ക് നേടുന്ന സമയത്താണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പൊ അവരെന്ത് ചെയ്യും, ലീഡർഷിപ്പിലേക്ക് വരും. അതിനുള്ള ട്രെയിനിങ് ഒക്കെ KBC കൊടുക്കുന്നില്ലേ. ഇപ്പൊ ഈ അവയർനെസ് ബോണസ് 100 PB ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 6,42,400 രൂപ കിട്ടും. അവയർനെസ് ബോണസ് മാത്രം. അത് 1000 PB മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 17,600 ആണെങ്കിൽ ഒരാഴ്ച 1,23,200. അവിടം വരെ എത്താൻ വേണ്ടിയാണ് നമുക്ക് ടീം വേണ്ടത്. ഇതിന്റെ മുകളിലോട്ടുള്ള എവിടെ എത്താൻ നമുക്ക് ടീം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റും. നമ്മളാരും അതിനെപ്പറ്റി വളരെ അത്രത്തോളം സീരിയസ് ആണെന്ന് അറിയില്ല. ഇനി താഴെ ഫാമിലി ബോണസ് ആണ് മാച്ച് ചെയ്യുന്ന സമയത്ത് ഫാമിലി ബോണസ് കിട്ടുന്നത് 59 രൂപ 40 പൈസ ആണെങ്കിൽ 13 PBയുടെ 2 സെയില് മാച്ച് ചെയ്താൽ 772 രൂപ കിട്ടും. 25 PB ആണെങ്കിൽ 50 PB ആണ് 2,970. 63 PB ആണെങ്കിൽ അങ്ങനെ മാച്ച് ചെയ്യാലോ. 75 PB ആണ്, 88 PB ആണ്, 100 PB മാക്സിമം മാച്ച് ചെയ്യുന്ന സമയത്താണ് 5,940. പക്ഷെ അതിന്റെ മുകളിലോട്ടുള്ള കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വർഷം 5,63,000. അതിന് തൊട്ടടുത്ത മാസം നോക്കിയാൽ മതി. 13 PBയുടെ സെയിൽസ് എടുത്ത് പോകുന്ന ആൾക്ക് ഫാമിലി ബോണസ് കിട്ടുവാണെങ്കിൽ ഒരു മാസം 46,332 രൂപ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെയാണ് മുകളിൽ കാണുന്ന 26,400 രൂപ കിട്ടുന്നത്. രണ്ടും കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഇത് എന്നെ കാണുന്ന നിലവിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ പറയാനുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല. ഇതൊന്നും കസ്റ്റമറോട് സംസാരിക്കാനുള്ളതല്ല. ഇത് നമുക്ക് നമ്മുടെ ഇടയിൽ സംസാരിക്കാനുള്ള കാര്യമാണ്. ഈ 2 ചാർട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഇവിടെ 850 അവയർനെസ്സും ഫാമിലി ബോണസ് 59, 40, 68 രൂപ 20 പൈസ. ഇവിടെയുള്ള കഥ നമുക്കറിയാം. അത് 13 മാച്ച് ചെയ്യുന്നതെങ്കിൽ 857 രൂപ കിട്ടും എന്ന് അറിയാം. 25 മാച്ച് ചെയ്യുന്നെങ്കിൽ 1,705 കിട്ടും. 38 ആണെങ്കിൽ 2,592 കിട്ടും. ഇതെന്താ 38 എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. ഈ ജോയിനിങ് കൂടുമ്പോ 13 PBയുടെ 25 PBയുടെയും ജോയിനിങ് വൺ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ 38 PB ആയില്ലേ. 25, 13, 38 തോന്നുന്നത്, ശരിയല്ലേ? അപ്പൊ 38 PB മാച്ചിങ് സമയത്ത് അപ്പുറത്തെ സൈഡിൽ ഒരു ടീമിൽ ഒരു 50 PBയുടെ സെയിലിലേക്ക് കയറിയാൽ നമുക്ക് എന്ത് കിട്ടും? 38 PBക്കുള്ള
ഈ ടോട്ടൽ ബോണസ് കിട്ടും. 3110 രൂപ 50 BB കിട്ടും. 75 BBക്കാണ് 5115. 100 BB ആകുമ്പോഴാണ് 6820. നമുക്ക് ആകെ അറിയാവുന്നത് 6820. അതാ നമ്മുടെയൊക്കെ പ്രശ്നം. ഇപ്പുറത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ദിവസം 13 BB മാത്രം വെച്ച് ചെയ്ത് പോകുന്ന ഒരാൾക്ക് 2 കട്ട് ഓഫിലും സെയിൽസ് ഉണ്ടെങ്കിൽ 1773. ഒരു മാസം 53,196. ഒരു കൊല്ലം 6,38,352. ഇനി എന്റെ ചോദ്യം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അടുത്താണ്. ഒരു മാസം 53,196 രൂപക്ക് മുകളിൽ നിലവിൽ 12 മണിക്കൂർ സർക്കസ് കളിച്ചിട്ട് വരുമാനം വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ പണി എടുക്കണ്ട. ഇനി അങ്ങനെയല്ല, ഈ ഒരു 53,000 രൂപക്ക് താഴെയാണ് നിലവിൽ വരുമാനം കിട്ടുന്നതെങ്കിൽ ബയോടൂറിസത്തിന്റെ അൾട്രാവറി ജ്യൂസും ബയോടൂറിസത്തിന്റെ മോർപ്പവറും ബയോടൂറിസത്തിന്റെ ഗീയും മാത്രം വെക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6-6.5 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളുള്ളത്. ടീമിനൊക്കെ മാറ്റിവെക്ക്. എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇപ്പൊ ഇടുന്ന എഫേർട്ടിന് പകരം ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങി നമ്മുടെ പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ആളുകളുടെ ഐഡിയ അടിച്ച് കസ്റ്റമർ ഡാറ്റ ഉണ്ടാക്കാൻ നമുക്ക് മാനസികമായി നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏതറ്റം വരെ കൊണ്ടുപോകാൻ ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്ക് ആദ്യം ഉണ്ടാവണം. 25 PB സെയിലാണ് മേച്ചിരുന്നതെങ്കിൽ ഒരു കൊല്ലം 12,27,600 രൂപ കിട്ടും. 100 PB ഫുൾ ടൈം മേച്ചിരുന്ന ഒരാൾക്ക് ഇപ്പൊ തന്നെ 400-ലധികം ആളുകൾക്ക് ഈ 100 PB 2 കട്ട് ഓഫിൽ മേച്ചിരുന്ന ആളുകൾ ഇന്ത്യയിലില്ലേ? 49 ലക്ഷത്തി ഇതിലുള്ളത് 8 10 100 1000 ലക്ഷം 10 ലക്ഷം 49,10,400 രൂപയാണ്. ഇത് ഏറ്റവും സിമ്പിൾ ആ പറഞ്ഞത്. ഇത് സീലിംഗിലേക്ക് പോകുന്ന സമയത്ത് 1 കോടിക്ക് മുകളിലാണ് വരുമാനം അല്ലെ? ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരു മാസം 53,000 മതിയെങ്കിൽ നിങ്ങൾ 13 PBക്ക് റിക്രൂട്ട് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ 25 PB ആകുമ്പോൾ മാസം 1 ലക്ഷം രൂപ കിട്ടും. നിങ്ങൾക്ക് 1.5 ലക്ഷം വേണമെങ്കിൽ 13 PB 3, 4, 5 റിക്രൂട്ട് നടത്തി പോയാൽ മതി. ബാക്കിയൊക്കെ പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ടീമിലേക്ക് വന്നോളൂല്ലേ. പക്ഷെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചാർട്ട് ഇട്ടത്. ഇതല്ല ബിസിനസ്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മൾ ഇതെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഇതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകളും നമ്മൾ എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് പോകും. അപ്പൊ ഇന്നു മുതലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ട്രാറ്റജി മാറ്റുക. വേറൊരാള് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കസ്റ്റമറാക്കി മാറ്റുന്നതിന്റെ മുന്നേ നമ്മുടെ ഐഡിയുടെ താഴെ അവരുടെ പാൻ കാർഡ് വെച്ച് ഐഡി അടിക്കണം എന്നുള്ള വാശി നിങ്ങൾക്ക് എനിക്കും ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത് സക്സസ് ആകാൻ പറ്റൂ. എന്തുകൊണ്ടാ? നമുക്ക് ഇനി വരാൻ പോകുന്ന വരുമാനങ്ങളൊക്കെ അത്ര തരത്തിലുള്ളതാണ്. അങ്ങനെ 3 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ തായ്ലാൻഡിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതില് ബൂസ്റ്റർ ബോണസിന്റെ കാര്യം പറഞ്ഞു. ബൂസ്റ്റർ ബോണസ് ഏതൊരാൾക്കും ജോയിൻ ചെയ്ത് അന്ന് മുതൽ കിട്ടും എന്ന് പറഞ്ഞു. ഇത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് 150 PB അവർ തന്നെ കൊണ്ടുവരുന്ന സമയത്ത് ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുന്നു. ഇനി ആസ് എ അപ്ലൈൻ നിങ്ങളൊരു ഡയറക്റ്റ് ബൂസ്റ്റർ എന്ത് ചെയ്തു? നിങ്ങളുടെ ഡയറക്റ്റില് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? താഴെ എക്സ്ട്രീം റൈറ്റിലോ എക്സ്ട്രീം ലെഫ്റ്റിലോ എന്ത് ചെയ്യും? ആ ഐഡി പോയി പ്ലേസ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഈ ഒരു 50 PB പവർ അല്ലെങ്കിൽ 100 PB പവർ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവും. അപ്പൊ ഈ വലതു ഭാഗത്ത് കാണുന്ന പിക്ചർ നോക്കിയാൽ മതി. ഒരാളെ ഞാൻ ജോയിൻ ചെയ്യിച്ചു. 50 PB സെയിൽ അദ്ദേഹം കൊണ്ടുവന്ന് 2020 കിട്ടി. അദ്ദേഹം വീണ്ടും ഒരു 50 PB കൊണ്ടുവന്നു. അദ്ദേഹത്തിന് റൈറ്റ് സൈഡ് പോസ്റ്റ് ചെയ്ത സമയത്ത് 2020 കിട്ടി. അപ്ലൈനായി ഞാനൊരു 2020 രൂപ അല്ലെങ്കിൽ 50 PB ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ എടുത്തപ്പോ ഈ വന്ന തൊട്ട് താഴെ വന്ന ആളുടെ ലെഫ്റ്റ് സൈഡിൽ അത് പോസ്റ്റ് ആയപ്പോ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫില്ലായി 440 രൂപ അദ്ദേഹത്തിന് കിട്ടും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് 4,040, 440, 4,480 രൂപ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഇത് നമുക്ക് മാത്രമുള്ള പ്ലാനാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ കാണിച്ചു കൊടുക്കണം ചെയ്തിട്ട്. അവിടെയാണ് നമ്മൾ അവർ വിശ്വസിച്ച് തുടങ്ങുക. ഇവിടെ 50 PB 3 സെയിൽ അദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ
6500. 100 BB 50 BB ആണ് അദ്ദേഹം കൊണ്ടുവരുന്ന ഡയറക്ടർ കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹത്തിന് 6500 കിട്ടും. ഇത് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് 6500 എങ്ങനെയാണ് വരുന്നതെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ലെഫ്റ്റില് 100, റൈറ്റില് 50, അല്ലെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയായാലും 150 BB വാല്യൂ പാക്കിലാണ് വന്നൊരാള് സെയില് വെക്കുന്നതെങ്കിൽ 2020 6060 രൂപ അദ്ദേഹത്തിന് ബൂസ്റ്റർ ബോണസ് കിട്ടുന്നതിനൊപ്പം 150 BB സെയില് വന്നത് കൊണ്ട് ക്രൈറ്റീരിയ ബോണസ് 440 കിട്ടും. അപ്പൊ 6500 ആയി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് വീഡിയോ ഓണാക്കി ആളുകളൊന്ന് തലയാട്ടി കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം. ക്ലിയർ? ഇത് അതിന്റെ കണ്ടീഷൻസ് ആണ്. എങ്ങനെ വേണമെങ്കിലും പോവാം. ഇത് ഈ വലതു ഭാഗത്ത് കാണുന്നത് ഒരു പുതിയ ഒരാൾ വന്നു, 100 BB വാല്യൂ പാക്ക് സെയിൽ എടുത്തു, 450 കിട്ടി. വിന്നർ ടീമിൽ 100 BB വാല്യൂ പാക്ക് എടുത്തു, 440 കിട്ടി. അദ്ദേഹം വീണ്ടും ഒരു 100 BB വാല്യൂ പാക്ക് എടുത്തു, 440 കിട്ടി. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്നു. 12,120 രൂപ അദ്ദേഹത്തിന് ബൂസ്റ്റർ ബോണസും 440 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രൈറ്റീരിയ ബോണസും കിട്ടുമ്പോൾ 13,000 രൂപ കിട്ടും. 100 BB വെക്കുന്ന സമയത്ത്. ഈ 100 BB വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് 21,000 രൂപ നിങ്ങൾക്ക് മാച്ചിങ് ഉണ്ടെങ്കിൽ കിട്ടും. 6,820, 6,820 കിട്ടൂലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരാള് ഏത് പാക്കേജിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അവരുടെ ക്രൈറ്റീരിയ 7 ദിവസം കൊണ്ട് ഫുൾഫിൽ ആക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ മിനിമം 150 BB സെയിൽ വെക്കുമ്പോൾ 10,000 രൂപ അപ്ലൈൻ ലീഡറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഇതിന്റെ ചാർട്ട് ബൂസ്റ്റർ ബോണസിന്റെ ചാർട്ടാണ് ഇത്. സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ PDF ഉണ്ടാവും. ഇതിന് അൺലിമിറ്റഡ് ആണ് അല്ലേ? എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാം. 1000 BB ഡയറക്റ്റ് എടുക്കുവാണെങ്കിൽ 40,400 രൂപ കിട്ടും. നമുക്ക് എത്ര വേണമോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഡയറക്റ്റ് സെല്ലർ ആണെങ്കിൽ ഡയറക്റ്റ് റെഫറിൽ സെയിൽ എടുക്കാൻ പറ്റണം. നമ്മൾ ഡയറക്റ്റ് സ്പീക്കർ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടൂല. ഈ പറഞ്ഞു പോകുന്ന ആൾക്കുള്ളതല്ല, ഇത് പണിയെടുക്കുന്ന ആളുകളുള്ളതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഡയറക്റ്റ് റെഫറൽ ബോണസ്, ബൂസ്റ്റർ ബോണസ് തരുന്നത് ഒരാൾക്ക് കിട്ടും. പക്ഷെ ഇവർ കൊണ്ടുവരുന്ന സെയിലിന്റെ PVക്ക് ഫാമിലി ബോണസും അവയർനെസ് ബോണസും എല്ലാവർക്കും കിട്ടും. അപ്പൊ നല്ല ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ കൂടെ വന്ന ആള് 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുമ്പോൾ 4,800 അൾട്രാവറിയും മോർ പവറും വാങ്ങിച്ച് വന്ന ആൾക്ക് വീട്ടിലേക്ക് ഒരു മാട്രസ് പേഡ് കിട്ടാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് അദ്ദേഹം 50 BB 100 BB ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മതി. വെറും 3,800 രൂപയൊക്കെ ഒരു പുടച്ച് കിട്ടും. ഇല്ലെങ്കിൽ 2,900 ഒരു സൂപ്പർ ഡിലക്സ് കിട്ടും. ഇത് ഇപ്പോഴും ലിമിറ്റഡ് ടൈം ഓഫർ ആണെങ്കിലും ഇപ്പോഴും അത് ലൈവ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടമാനം ഹോം മീറ്റിംഗ് നടത്തും. നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ്, ഇതിൽ ഹോം മീറ്റിംഗ് നടത്താത്ത ആളുകൾ തന്നെ സംസാരിക്കാനുള്ളത്, നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി നടത്തി കൊടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവര് ചുരുങ്ങിയത് മാസം ഒരു 5 ഹോം മീറ്റിംഗെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യും. കാരണം അവർക്ക് ഈ ഇരുട്ടത്തപ്പണ്ടി വരില്ല ഡിസ്ട്രിബ്യൂട്ടർ തേടി പോകാൻ പറ്റും. ആ ഹോം മീറ്റിംഗ് പങ്കെടുക്കുന്ന 5-10 ആളുകളുടെ വീട് അടുത്ത 3 ദിവസം കൊണ്ട് ഒന്ന് എന്താ പോയി കയറി ഇരുന്ന് സംസാരിച്ചാൽ മതി, സെയിൽസ് കിട്ടും. പിന്നെ റീപർച്ചേസ് ബോണസ്. റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത് ഇത്രയും കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ ഇറങ്ങാൻ പോകുന്നു. ഇപ്പൊ ഉള്ള പ്രൊഡക്റ്റുകൾ ഏകദേശം എന്താ പറയാ, നമ്മുടെ മാഗ്നറ്റിക് പെയിൻ കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഓരോ ശരീരഭാഗങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. റീപർച്ചേസിൽ വാങ്ങാൻ പറ്റും, മോർപ്പർ വാങ്ങാൻ പറ്റും, അൾട്രാവറി വാങ്ങാൻ പറ്റും, ഗീ വാങ്ങാൻ പറ്റും, ഒക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ലോഞ്ച് ചെയ്യുന്നവരെ കാത്തു നിൽക്കണ്ട, ഇപ്പോഴേ ഒരു കൾച്ചർ ടീമിൽ ഉണ്ടാക്കുക, റീപർച്ചേസ് ചെയ്ത് റീറ്റെയിൽ ചെയ്തൊരു കൾച്ചർ. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഒരു കട്ട് ഓഫിൽ 3,500 PB വരെ മാച്ച് ചെയ്തുകൊണ്ട് 22,05,000 രൂപ രാവിലെയും 22,00,000 രൂപ വൈകിട്ടും കിട്ടുമ്പോൾ 44 ലക്ഷം രൂപയായി. അത് 3,500 രൂപ 44,10,10,000 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ 161 കോടി രൂപക്ക് അടുത്ത് റീപർച്ചേസ് വരുമാനം വാങ്ങണമെങ്കിൽ
റിക്രൂട്ട്മെന്റും റീറ്റെയിലിംഗ് ചെയ്യുന്ന ആളുകളും റീപർച്ചേസ് ചെയ്യുന്ന ആളുകളും ആയിട്ടുള്ള ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റി. ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ എങ്ങനെയാണോ കസ്റ്റമേഴ്സ് ഉള്ളത് അതേപോലെ നമുക്കും കസ്റ്റമേഴ്സ് ഉണ്ടായാൽ മതി. ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. മെല്ലെ മെല്ലെ നമ്മൾ അതിലേക്ക് എത്തും. ഒരു ലെഫ്റ്റിൽ ഒരു 2.5 ലക്ഷം ആളുകൾ, റൈറ്റിൽ ഒരു 2.5 ലക്ഷം ആളുകൾ വരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും. നിങ്ങൾ സ്വപ്നം കാണാൻ ഇന്ന് മുതൽ അങ്ങനെ സ്വപ്നം കാണണം. എന്നിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കണക്ഷൻ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ആദ്യം കേരളത്തിൽ തുടങ്ങി കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ മനോജ് തൃപ്പൂണിത്തറയും അതേപോലെ ഡാനിയൽ അഗസ്റ്റിനും ബെന്നി ജോസഫും ഷാജി പി ടിയും അങ്ങനെയുള്ള കുറെ വ്യക്തിത്വങ്ങളുടെ, നമ്മുടെ പേര് പറയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ തുടങ്ങിയിട്ടില്ലുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും പല പോക്കറ്റുകളിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മനോജ് സാറ് ഇപ്പോ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിന്റെ 10% വേണ്ട, അതിൽ 1% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനോജ് സാറ് വാങ്ങിയ വരുമാനത്തെക്കാൾ കൂടുതൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. കാരണം അദ്ദേഹം വെട്ടിത്തന്നൊരു വഴിയുണ്ട് ഇവിടെ ഒരാളും ചെരുപ്പ് ചാട്ടാത്ത സമയത്താണ് അദ്ദേഹം ചെരുപ്പ് വെക്കാൻ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് ആഫ്രിക്കയിൽ ചെരുപ്പ് വെക്കാൻ പോയ കഥ പോലെ ഒരാൾക്കും റിസൾട്ട് ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം ഈ പ്രൊഡക്ഷൻ കൊണ്ട് കേരള മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അത് ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിലേക്ക് ആ മനുഷ്യൻ വെട്ടി തന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കാനുള്ള ആർജവം നമ്മൾ കാണിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്കും വരും കോടികൾ. ആകെ വളരെ സിമ്പിളായ കാര്യമാണ്. ഈ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് വരുമാനം കിട്ടി, മാസം റീപർച്ചേസ് ഇൻകം, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ടൂർ പാക്കേജുള്ള പോയിന്റ് വാല്യൂ അത് അവിടെ ക്യാരി ഫോർവേഡ് നിൽക്കണമെങ്കിൽ ഇതിലെനിക്ക് തോന്നുന്നു പലരും ഇപ്പൊ മന്ത്ലി സെൽഫ് റീപർച്ചേസ് ചെയ്യുന്നില്ല. ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ആ മന്ത്ലി സെൽഫ് റീപർച്ചേസ് 1600 രൂപക്ക് അൾട്രാ വരിങ് വാങ്ങി ഇന്ന് റീപർച്ചേസ് ചെയ്ത് ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഏത് സമയത്തും ഇത് വാഷ് ഔട്ട് ആവും. കാരണം കമ്പനി സോഫ്റ്റ്വെയറിന്റെ അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എം ഡി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് വാഷ് ഔട്ട് ആവും. ആ വാഷ് ഔട്ട് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ മനോജ് സാറിനെ വിളിച്ച് കറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്റെ റീപർച്ചേസ് പി ബിയും എന്റെ ടൂർ പാക്കേജിനുള്ള പോയിന്റ് വാല്യൂ നിലനിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു 1600 രൂപയുടെ ഒരു റീപർച്ചേസ് മന്ത്ലി സെൽഫ് റീപർച്ചേസ് ഇന്ന് ചെയ്യണം. ടീമിലേക്ക് പറയേണ്ടത് മന്ത്ലി സെൽഫ് റീപർച്ചേസ് എന്ന് പറഞ്ഞ മാസം 1 ചെയ്യാനുള്ളതല്ല, മാസം 100 എണ്ണോ 1000 എണ്ണോ ചെയ്യാനുള്ളതാണെന്നുള്ള ബോധിപ്പിക്കാനും നിങ്ങൾക്ക് പറ്റണം. കാരണം ഒരു അൾട്രാവർ ജ്യൂസിന് ഓർഡർ കൊടുക്കുന്നു, അതൊരാഴ്ച കഴിഞ്ഞിട്ട് വീഴുന്നു, അത് വിറ്റതിന് ശേഷം വീണ്ടും ഓർഡർ കൊടുക്കുന്നു, അടുത്ത ആഴ്ച വീണ്ടും വിൽക്കുന്നു. ഈ പരിപാടി നിർത്തിയിട്ട് വാങ്ങുന്ന സമയത്ത് 5 or 6 സെൽഫ് മന്ത്ലി റീപർച്ചേസിലേക്ക് സാധനങ്ങൾ എടുപ്പിച്ച് അത് വിറ്റ് പകുതി ആകുമ്പോൾ തന്നെ അടുത്ത റീപർച്ചേസ് ചെയ്യുന്ന കൾച്ചറിലേക്ക് ടീമിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്കും വരുമാനം കിട്ടില്ല, നമുക്കും വരുമാനം കിട്ടില്ല. ഒരു പുതിയൊരാൾക്ക് വരുമാനം ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് റീപർച്ചേസിലാണ്. നമ്മുടെ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ അതിന്റെ ഭംഗിക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അറിയാതെ ഒരു 50 ലക്ഷം രൂപ വരുമ്പോ, അറിയാതെ വരുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. ഇത് പണിയെടുക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് അറിയാതെയാണ് പൈസ വരുന്നത്. 50 ലക്ഷം രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ റീപർച്ചേസ് പ്രോഡക്റ്റ് പ്രോഫിറ്റിന്റെ 25% 50 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം കിട്ടിയ ആളുകൾക്ക് റോയൽറ്റി ഇൻകം ആയിട്ട് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ സീരിയസ് ആണോ അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആണോ? ഇതാണ് ചോദ്യം. അത്രയും വലിയ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഉള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടെ വന്ന ആളുകളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് അവരുടെ വീട്ടിലേക്ക് വരുമാനമായി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ, അവനവന്റെ ടീമിനെ സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ നമ്മൾ കണ്ടതിലും കൂടുതൽ വരുമാനം, ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വരുമാനവും സാമ്പത്തിക സുരക്ഷിതത്വവും സാമ്പത്തിക സ്റ്റെബിലിറ്റി ഭദ്രതയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഇതിൽ ബഹുഭൂരിപക്ഷ ആളുകളും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന എല്ലാ കാറിന്റെ ബേക്കിലും ഈ ബയോട്ടോറിയത്തിന്റെയും KBCന്റെയും ലോഗോ കാണും. ഇന്ന് വളരെ കുറവാണ് ഈ നിരത്തിൽ ഓടുന്ന ബൈക്കും കാറും വീടുകളിൽ കയറി ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം ബയോട്ടോറിയത്തിൽ കുറവാണ്. അത് ഒബ്വിയസ്ലി കുറവാണ്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെ മനസ്സാറിന് തിരുത്താം. ആ ഒരു
ഇതിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ലൈവ് ആവണം. നോക്കി നിൽക്കുന്ന ആളുകൾക്കുള്ളതല്ല ബയോട്ടോറിയവും ഡയറക്ട് സെല്ലിങ്ങും വരുമാനവും പണിയെടുക്കുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. ജനാർ സാറിലേക്ക്. ഓക്കെ, താങ്ക് യു. എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ ഓൺലൈൻ മീറ്റിംഗിലായത് കാരണം ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ. എന്റെ പേര് ജനാർദ്ദൻ എന്നാണ്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മള് ഡിജിറ്റൽ ആയത് കാരണം നമുക്ക് ഒരു കയ്യടി കൊടുക്കാൻ മാത്രമേ നമ്മള് പറ്റൂ. കാരണം അല്ലെങ്കിൽ നമുക്കൊരു കരഘോഷം നമുക്ക് വേദിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലാനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് പല ആൾക്കും ഇത് അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പോസ്റ്റർ പ്ലാൻ വന്നതിന് ശേഷം കാര്യമായിട്ട് ആരും ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മിനിസ്റ്റർ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു നോക്കാൻ വേണ്ടി എത്ര പേര് എടുത്തു വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. കാരണം ഒന്ന് നമ്മള് എനിക്ക് തോന്നുന്നത് മനോജ് സാറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് മനോജ് സാറിനെ വിളിക്കാം. 7 മണിയാവുന്ന 1 മിനിറ്റ് ഉണ്ട്. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല് മനോജ് സാർ ഉള്ള സമയത്ത് വളരെ പ്രതിസന്ധിയുള്ള സമയത്തായിരുന്നു മനോജ് സാർ കടന്നു വന്നത്. അപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന് ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേറെ ഒരു മാർഗങ്ങളും സാറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ അടക്കം ഞാൻ എന്റെയും കൂടി ഇത് ചേർത്തുകൊണ്ടാ പറയുന്നത്. നമ്മൾ വീട്ടിലിരുന്നാല് വൈകുന്നേരം വരെ എവിടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഊണ് റെഡിയാണ്. അപ്പൊ അത് കാരണം നമ്മള് ഈ വർക്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എനിക്ക് അതാ തോന്നുന്നുണ്ട്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു അത് നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഉള്ളത്. അത് കാരണം അദ്ദേഹം ഇറങ്ങുന്ന പോലെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മറികടക്കാൻ പറ്റുമെന്നുള്ള കൺഫേം ആണ്. കാരണം ഇന്ന് ഈ ഡിജിറ്റൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഒന്നും നമ്മൾ ഇന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അച്ചീവ് ചെയ്തോ അല്ലെങ്കിൽ ഒരാളെ എടുത്തു കാണിക്കാനോ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് എത്രയോ പോസ്റ്റുകൾ പോലീസ് സ്റ്റേഷനിൽ അതുപോലെ എല്ലാ ഓഫീസേഴ്സിലും നമ്മൾ പിന്നെ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവരും ഫോട്ടോ ഡോക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ള നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് വരെ ഈ ബാറ്ററും വാങ്ങുന്നതായിട്ടുള്ള പിക്ചർ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വലിയൊരു കൺഗ്രാജ് മിനിസ്റ്ററിന് കൊടുക്കുകയാണ്. കാരണം രാവിലെ തന്നെ ഇത്രയും നല്ല അറിവുകൾ നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇത് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. കുറെ ആള് ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോ അടുത്ത നമ്മളെ കൺക്ലൂഡിംഗ് സെക്ഷൻ ആണ്. നമ്മളെ മനോജ് സാറാണ് കൺക്ലൂഡിംഗ് സെക്ഷൻ. രാവിലെ അദ്ദേഹത്തിന്റെ ചെറിയ ആൾക്കാർ പറയുന്നത് എന്റെ ചെവിടുകൊണ്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാവിലത്തെ ഒരു പിന്നെ കുറച്ച് സമയം 5 മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഫീല് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് സമയം പറഞ്ഞാൽ മതി, നമുക്കത് വളരെ സന്തോഷമാണ്. വീടിലേക്ക് ഇറങ്ങുമ്പോഴും അത് ഏറ്റവും കൂടുതൽ നമ്മളെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ അദ്ദേഹം ഈ സമയത്ത് ആ ഒരു വർക്കിന് ഇറങ്ങുന്ന സമയത്തുള്ള എഫക്ട് എടുത്തത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്നും എടുക്കുന്നുണ്ടെന്നില്ല. നമ്മള് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മനോജ് സാർ ഇന്നും ഇപ്പൊ അധിക ദിവസം രാവിലെയൊക്കെ പറയുന്ന ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു, അദ്ദേഹത്തിന് സംസാരിച്ചു, അദ്ദേഹത്തിന് നമ്മള് പിന്നെ വിളിച്ച് കാര്യങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞേക്കാം. അപ്പൊ അത്രയും വർക്ക് ഇപ്പോഴും സാർ എടുക്കുന്നുണ്ടെന്നില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഹാൻഡ്സ് ഓൺ ചെയ്യേണ്ടതില്ല. അപ്പോ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അദ്ദേഹത്തിന് ഞാൻ ഈ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം മനോജ് സാർ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് ജനാർദ്ദൻ സാർ. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നതിൽ ഇച്ചിരി തിരക്കുണ്ട് കൊണ്ടാണ്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിനീഷ് സാറാണ് നമ്മുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് ഒരു വിശകലനം നടത്തിയത്. ബിസിനസ് പ്ലാൻ എല്ലാവർക്കും അറിയാം. ബിസിനസ് പ്ലാൻ ആണ് നമ്മളെ ഇതിനകത്ത് വരുമാനം വാങ്ങിത്തരുന്നത്. എത്ര പേർക്ക് ബിസിനസ് പ്ലാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർക്കാണ് ഇതിനകത്ത് അച്ചീവർ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുക. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കുറെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ ആ പ്ലാൻ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. ചെസ് കളിക്കും പോലെ ഇല്ലേ, ചെസ് കളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കറക്റ്റ് കരുക്കൾ നീക്കിയാലാണ് നമ്മള് വിജയിക്കുള്ളൂ ഇവിടെ. അതുപോലെ നല്ലൊരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലൈഫ് ടൈമിൽ ഒരു പെർമനന്റ് ഇൻകം, ഒരു പാസീവ് ഇൻകം നമുക്ക് ഈ ബാറ്റോറിയത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതിൽ തുടക്കം തന്നെ ബേസ് തന്നെ പറഞ്ഞ അദ്ദേഹം 3 ID സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. 3 ID സ്റ്റാർട്ട് ചെയ്യാനല്ല, 3 ID അവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു ഫാമിലി ബിൽഡിംഗ് ആയിട്ട് 100% ഒരു ബിസിനസ് ആയിട്ട് ഇത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇപ്പൊ 13 PV ആണെങ്കിൽ പോലും
ഒരു 3 ID ഓപ്പൺ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് 3 ഓപ്പൺ ചെയ്യിക്കാൻ പാടില്ല. 3 ID ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ ഒറ്റ ID ഫോക്കസ് ചെയ്തിട്ട് വേണം എല്ലാവരും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ഫ്യൂച്ചർ നമ്മുടെ അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. ഓട്ടോ പൈലറ്റ് മോഡ് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീനിയസിലും വിന്നറിലും ബിസിനസ് വരാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ഐഡിയകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആ രീതിയിലാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, പുതിയ ജനുവരി മുതൽ നമുക്ക് ബൂസ്റ്റർ ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ ശക്തമായിട്ട് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറി. നമുക്ക് അഭിമാനിക്കാം. ഒരു എൻട്രി വെക്കുമ്പോൾ കാശ് കൊടുക്കുന്നു എന്നുള്ള അവിടെ ഒരു ക്രൈറ്റീരിയ വേണ്ട. ഒരു 13 PV ബിസിനസ് 4800 രൂപ. ഇപ്പൊ നമ്മുടെ ഇന്നലെ വന്ന പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ 4500 രൂപ മതി. 2 പ്രോട്ടീൻ പൗഡർ കിട്ടും. 720 ഗ്രാമിന്റെ 2 എണ്ണം കിട്ടും. 4500 രൂപയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ 4500 ഒരു പാക്കേജ് എടുത്ത് വന്ന ഒരു വ്യക്തി ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്നു, അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെയോ അദ്ദേഹത്തിന്റെ ബന്ധുവിനോ സുഹൃത്തിനോ ഒരു 4500 രൂപയുടെ നമ്മളെ ഈ ബൂസ്റ്റർ പാക്കേജ് കൊടുത്താൽ മാത്രമേ ബൂസ്റ്റർ ബോണസ് കിട്ടുള്ളൂ. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോഴും പഴയ ആളുകൾ 5200 5200ന്റെയും 10700ന്റെയും 9800ന്റെയും ഒക്കെ കിട്ടിയിട്ട് സാറേ എന്റെ ബൂസ്റ്റർ ബോണസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അതൊരിക്കലും കിട്ടില്ല. ബൂസ്റ്റർ ബോണസ് കിട്ടണമെങ്കിൽ നമ്മുടെ ID ബൂസ്റ്ററിലായിരിക്കണം. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പഴയ ആളുകളെ നമുക്ക് പ്രശ്നമല്ല. അത് ജനുവരി 14 മുതൽ ഇങ്ങോട്ട് എൻട്രി ചെയ്തിരിക്കുന്ന IDs എല്ലാം തന്നെ ബൂസ്റ്റർ ഐഡിയകളെ മാത്രമാണെങ്കിൽ ബൂസ്റ്റർ ബോണസ് കിട്ടുള്ളൂ. ഇപ്പൊ ഏറ്റവും ചെറിയ പാക്കേജ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ 4500 ഒരു പാക്കേജ് നിങ്ങൾ ഇന്നൊരാൾക്ക് കൊടുക്കുന്നു. സപ്പോസ് അദ്ദേഹം പോയിട്ട് നാളെയോ മറ്റന്നാളോ അപ്പൊ 4500 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 PV ആണ്. 13 PVക്ക് എത്ര കിട്ടും? 525 രൂപ കിട്ടും. ഇല്ലേ? ഉറപ്പല്ലേ? 50 PV ആണെങ്കിൽ 25 PV ആണെങ്കിൽ 1010 രൂപയുണ്ട്. 50 ആണെങ്കിൽ 2020 രൂപയുണ്ട്. 100 ആണെങ്കിൽ 4040 ഉണ്ട്. ഏറ്റവും ചെറുതാ ഞാൻ പറഞ്ഞു. ഒരു 4500 രൂപയുടെ കച്ചവടം നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഉറപ്പായിട്ട്. അപ്പോ നിങ്ങൾക്ക് 525 രൂപ ഉറപ്പായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് വീട്ടിൽ ചെന്ന് പറയുന്നു, അവരെടുക്കുന്ന ഒരു 4500 വാങ്ങുന്നു. എത്ര കിട്ടും? വീണ്ടും 525 രൂപ. ഇത് രണ്ടും നമ്മൾ ഒരേ കട്ട് ഓഫിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അവയർനെസ് കിട്ടും, ഫാമിലി ബോണസ് കിട്ടും. ഏകദേശം 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 1900 സംതിങ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. വെറും 4500ന്റെ 2 സെയില് നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുവാണെങ്കിൽ. പലതും മനസ്സിലാവുന്നുണ്ടോ? 4800 ഇപ്പൊ നിലവിൽ 4800 ഒരു അൾട്രാ ബെറി ജ്യൂസും ഒരു മോർ പവറും കൊടുക്കുകയാണെങ്കിൽ 13 PV ആണ്. നിങ്ങൾ ബാക്കി ടീമിന്റെ കഥയെ വിട്. നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് 2 സെയിലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 13 PV 4800 ഒരു അൾട്രാ ബെറി ജ്യൂസും ഒരു മോർ പവർ 4800 ഒരു സെയിൽ എടുക്കുകയാണെങ്കിൽ 525 കിട്ടും. ഉച്ചയ്ക്ക് ശേഷം ഒരു 4800 525 കിട്ടും. 1050 ആയില്ലേ? പ്ലസ് അതിന്റെ അവയർനെസ് ബോണസും ഫാമിലി ബോണസും കൂടെ കൂട്ടുമ്പോ നിങ്ങൾക്ക് ഏകദേശം 1900 2000 രൂപയുടെ അടുത്ത് ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാം. എന്ത് പണിക്ക് പോയാൽ കിട്ടും ഇവിടെ? ഇന്ന് 30 ദിവസം നിങ്ങൾ ഒറ്റക്ക് പണിയെടുക്ക്. വേറൊരു ടീം നോക്കണ്ട. നിങ്ങൾ 60 പേരെ നിങ്ങൾ കൊണ്ടുപോവാ. മനസ്സിലായി? 30 ദിവസം കൊണ്ട് എത്ര 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമോ? ചെറിയൊരു ടീം ബിൽഡ് ചെയ്യോ? ആ ടീമിനെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ 25 PVയിലേക്കും 50 PVയിലേക്കും 100 PVയിലേക്കും കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഹ്യൂജ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇതാണ് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹ്യൂജ് ഇൻകത്തിലേക്ക് ഈ ഫ്യൂച്ചറിൽ എത്താൻ വേണ്ടി സാധിക്കുന്ന ഒരവസരം ഈ ബയോട്ടോറിയത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വേറെ എല്ലാ കമ്പനികളും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഇനി നിരവധി പ്രൊഡക്റ്റുകൾ റീപർച്ചേസിലേക്ക് ആഡ് ചെയ്യും. വരുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ റീപർച്ചേസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. അതുപോലെ നമ്മുടെ സീബക്ത്രോണിന്റെ ഒക്കെ ജ്യൂസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാം, ഇല്ലേ? ഇതൊക്കെ പറഞ്ഞ ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടുണ്ടാകേണ്ട അൾട്രാ ബെറി പോലെ തന്നെ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒരു പ്രൊഡക്റ്റ് ആണിത്, സീബക്ത്രോൺ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറാകണം, എന്നാലും മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുള്ളൂ. അതുകൊണ്ട് ഈ പ്ലാൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ലീഡേഴ്സ് അവരുടെ ടീമിനെ ഹോം മീറ്റിംഗ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരവരുടെ ടീം മീറ്റിംഗ് വിളിച്ചിട്ടോ ഈ പ്ലാനുകൾ ഒന്ന് പഠിപ്പിക്കണം. വർക്ക്ഷോപ്പ് വിളിച്ചിട്ടോ ഒക്കെ പ്ലാൻ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുകയും അത് പറയാൻ പഠിപ്പിക്കുകയും വേണം. അതാണ് ഒരു ഫീൽഡ് പോകുമ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൃത്യമായിട്ട് പ്ലാൻ അവതരിപ്പിക്കാൻ പഠിക്കണം നമ്മൾ.
അപ്പോഴാണ് അവരുടെ മൈൻഡ് അട്രാക്റ്റീവ്. കൊള്ളാം കേട്ടോ, ഇതിനകത്ത് നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു തോന്നല് നമ്മളെ വാക്കിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അല്ലെ. ഒരു എനർജി അവർക്ക് പാസ് ചെയ്യണം, അവരിലേക്ക് ഒരു എനർജി, നിങ്ങളുടെ സംസാരത്തിലൂടെ ഒരു എനർജി അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് സെയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്, അവരെയാണ് നമുക്ക് ഫീൽഡിലേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇനി 25 BV ആണെങ്കിൽ ഏകദേശം 4000 3000 സംതിങ് രൂപ, 3900 കിട്ടും 25 BV കച്ചവടം ചെയ്യുകയാണെങ്കിൽ. വേണ്ട നിങ്ങൾ 13 BV ചെയ്തിട്ട് പോകും, എന്നിട്ട് നിങ്ങൾ ഒരു 100 മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മളെ ലക്ഷ്യം അതാണ്, 100 ദിവസം കൊണ്ട് 100 മെമ്പേഴ്സിന്റെ ടീമിനെ, ജീനിയസിലും ബിന്നർ സൈഡിലും 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് 1,00,000 മുകളിലായിട്ടുള്ള ഒരു റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. റെഗുലർ ആയിട്ട് മാസ വരുമാനം 1,00,000 എത്താൻ വേണ്ടി പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. 100 പേരുടെ ടീമിനെ നിങ്ങൾ തയ്യാറാക്കുക, ഒരു ഡയറി എടുക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജീനിയസിലും വിന്നറിലുള്ള നിങ്ങളുടെ ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം. പ്ലാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പ്ലാൻ ഒന്ന് വരച്ച് പഠിക്കുക, അതിന്റെ കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിക്കുക. സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, സംശയങ്ങളൊക്കെ തീർത്ത് പോകണം. ഇല്ലെങ്കിൽ അത് വലിയൊരു ആറ്റം ബോംബായിട്ട് അവസാനം പൊട്ടിത്തെറിച്ചിട്ട് അല്ലേ നമ്മളെന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. സംശയങ്ങളൊക്കെ അപ്പൊ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ബയോട്ടോറിയത്തിൽ. ഇത് ടഫ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി കോടീശ്വരന്മാരെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, അതിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് കഴിഞ്ഞ നാളെ നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, അത് എല്ലാവരും വേണ്ട രീതിയിൽ ഇല്ലേ വോട്ടവകാശം ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കണം. നാളെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും, പ്രോഗ്രാമിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രാവിലെ വോട്ട് ചെയ്യുന്നവരുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വോട്ടിന് പോകുന്നവരുണ്ടാവും. പ്രോഗ്രാം എന്തായാലും ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പൊ നാളെയും പ്രോഗ്രാം ഉണ്ടാവും. എല്ലാവരും പ്രോഗ്രാമിൽ നാളെ കയറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയും പോലെ ബിസിനസ് എന്ന് പറയുന്നത് അത് എന്താ പറയാ, ഒരേ സ്പീഡിൽ പോകില്ല. ബിസിനസ്സിന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അതാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരമാലകളെ പോലെ ഇങ്ങനെ തരംഗങ്ങളായിട്ടാണ് വരിക, മനസ്സിലായില്ലേ? അത് നമ്മൾ എപ്പോഴും ജീവിതം അങ്ങനെയാണ്, ഒരു തരംഗമാണ്. ഒരു ഉയർച്ചയുണ്ടാവും, ഒരു താഴ്ചയുണ്ടാവും, പിന്നെ ഒരു ഉയർച്ചയുണ്ടാവും, പിന്നെ ഒരു താഴ്ചയുണ്ടാവും, പിന്നെ അതിനേക്കാൾ ഉയർച്ചയുണ്ടാവും, ഇല്ലേ? ഇത് ലൈഫാണ്. തളർച്ചയുണ്ടാവും. അത് ബിസിനസിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമാണ്. ഈ തകർച്ചയും തളർച്ചയും വരുമ്പോ അയ്യോ ഇനി ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടാ, എനിക്ക് പറ്റില്ല കേട്ടാ, ഇതൊന്നും ഇനി ഇല്ല, ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതിപ്പോ വിജയിക്കാൻ വേണ്ടി പോകുന്നതിന്റെ ലക്ഷണമാണ് തളർച്ച എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകാം. ആളുകളെ കാണുമ്പോഴും ആളുകൾ കളിയാക്കുമ്പോഴും ഇല്ലേ വേണ്ടെന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ തളരാൻ വേണ്ടി പാടില്ല. ഓരോ തളർച്ചയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് വിജയം. ഇല്ലേ, ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. തളർന്നു പോയവരൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ആരും വിജയിച്ചില്ല. തകർന്ന് തരിപ്പണമായ ആളുകൾ, കഷ്ടപ്പെട്ട ആളുകൾ, വേദനിച്ച ആളുകൾ, ഇല്ലേ, മറ്റുള്ളവരൊക്കെ സുഖിച്ച് ജീവിക്കുമ്പോ സന്തോഷിക്കുമ്പോ അവരൊക്കെ ഉറക്കമൊഴിഞ്ഞ് ഇല്ലേ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പടപൊരുതിയ ആളുകളാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ. അംബാനിയുടെ കഥ ചരിത്രം ഇല്ലേ, ധീരുഭായ് അംബാനി ഇല്ലേ, നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യത്ത് പോയിട്ട് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന കഥ നമ്മൾ ഓർക്കണം സുഹൃത്തുക്കളെ, ആലോചിച്ച് വെക്കണം നിങ്ങൾ ഇല്ലേ. അവിടുന്ന് അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരുന്നു, ഒരു 2 വീലർ വാങ്ങണം, ഒരു കാറ് വാങ്ങണം എന്നുള്ള മനസ്സായിരുന്നില്ല അല്ലെ. ഈ പെട്രോൾ കൊടുക്കുന്ന സ്ഥിതി ഒരു റിഫൈനറി സൃഷ്ടിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്. വെറും സാധാരണക്കാരനായിട്ട് വളർന്ന അല്ലെ, അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച് ഇല്ലേ ഗുജറാത്തിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോയ വ്യക്തിയാണ് ഇന്ന് ലോകം കീഴടക്കിയ അംബാനി കുടുംബത്തിന്റെ അധിപൻ എന്ന് പറയുന്നത്. എല്ലാം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തവരാണെന്ന് മനസ്സിലായ നമുക്കും അത് സാധിക്കും. നമുക്ക് അതിനേക്കാൾ ഇവിടെ സാധിക്കും. കാരണം ഇത് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന വേറെയാ, അത് വേറെ ലെവലാണ് അല്ലേ. ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്ട് സെല്ലിങ്ങിന്റെയും പവർ വ്യത്യാസമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിയാം നമ്മൾക്ക്. അവർക്കൊക്കെ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എത്രയോ ഇരട്ടി നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് സീറോയിൽ നിന്ന് തന്നെ നമുക്ക് ഹീറോ ആകാൻ വേണ്ടി സാധിക്കും, എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പുതിയ ആളുകളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.